നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതൊക്കെ അവൻ അറിയുന്നുണ്ട്. ഇതാണ് ആ പക്ഷി വന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞ അവസാനം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. എങ്ങനെയുള്ളവനാണ് അല്ലാഹ്? അല്ലാഹ് അവനാണ് അല്ലാഹ്. എങ്ങനത്തെ അല്ലാഹ്? ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, യഥാർത്ഥം അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല. ലാ ഇലാഹ ഇല്ലാ ഹു. ഇനി അവൻ ആരും കൂടെയാണ്? റബ്ബുൽ അർശിൽ അളീം, അത്യധികം വമ്പിച്ച ഒരു മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയുമാണ്. അത് സേബാ രാജ്യത്തെ സബ രാജ്യത്തുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ അർശുമായിരുന്നല്ല. ഇത് അൽ അർശാണ്. അൽ അർശാണ്, അതൊരു പ്രത്യേക അർശാണ്. അൽ അളീമാണ്. മറ്റത് വലഹ അർശുൻ അളീം എന്നേ പറഞ്ഞുള്ളൂ. വലഹ അർശുൻ അളീം അറബി ഭാഷയിൽ ആ പ്രയോഗത്തിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. വെറും അർശുൻ അളീം എന്ന് അലിഫ്ലാം കൂട്ടാതെ പറയുമ്പോഴും അൽ അർശിൽ അളീം എന്ന് അലിഫ്ലാം ചേർത്ത് പറയുമ്പോഴൊക്കെ ഭാഷയിലെ ആ പ്രയോഗത്തിൽ തന്നെ ചില ഗാംഭീര്യതയുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ അവൻ ആരാണ്? റബ്ബുൽ അർശി അൽ അളീം, അത്യധികം മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയുമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ടുകൊണ്ട് സൂര്യനെ ആരാധിക്കുന്ന, സൂര്യന് സുജൂദ് ചെയ്യുന്ന ആളുകളായിട്ടാണ് ഞാൻ അവളെയും അവൻ്റെ ആളുകളെയും എനിക്ക് കാണാൻ സാധിച്ചത്. മാത്രല്ല, ഈ ഹുദ്ഹുദ് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഹുദ്ഹുദിന് പോലും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വരെ തൗഹീദ് അറിയാനാണ്. ലോകത്തുള്ള ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും മുഴുവനും എന്തറിയാം? തൗഹീദ് അറിയാൻ. എന്നിട്ടും മനുഷ്യന്മാർക്കത് അറിയൂല. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾ, ആകാശങ്ങൾ, ഭൂമികൾ, അവയിലുള്ള വസ്തുക്കൾ ഒക്കെ അള്ളാഹ്ക്ക് മാത്രം തസ്ബീഹ് ചൊല്ലിയും കൊണ്ട് കഴിച്ചു കൂട്ടുന്നവയാണ്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. നീ കാണുന്നില്ലേ? ആകാശങ്ങളിലും ഭൂമികളിലും, ആകാശഭൂമികൾ ഒന്നടങ്കം അള്ളാഹ്ക്ക് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ഏത് ചരാചരങ്ങളും വൈൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, എല്ലാം റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാത്തിനും തൗഹീദ് അറിയാ. ഹുദ്ഹുദിന് തൗഹീദ് അറിയാ. ഹുദ്ഹുദിന് തൗഹീദ് അറിയാ. ഈ വസ്തുക്കൾക്കൊക്കെ തൗഹീദ് അറിയാ. പക്ഷേ നന്ദി കെട്ട മനുഷ്യൻ ഇപ്പോഴും അറിയില്ല എന്നിട്ട് അവൻ ശിർക്കിയാണ്. സൂര്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളും അവളുടെ ആളുകളൊക്കെ സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഇതിനൊക്കെ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നവരാരാ? ശൈത്താനാണ്. ശൈത്താനാണ് എല്ലാ പ്രേരണയും കൊടുക്കുന്നത്. ശിർക്ക് ചെയ്തോളാനും തെറ്റ് ചെയ്യാനും ഒക്കെ മനസ്സിലിങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് അതിനിങ്ങനെ ദുർബോധനം നടത്തുന്നത് ആരാണ്? ശൈത്താനാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം നല്ല കാര്യമായ ഖുർആനോത്ത് തുടങ്ങുമ്പോൾ വരെ പറഞ്ഞത്. എപ്പോഴും അള്ളാഹിനോട് കാവലിനെ ചോദിക്കാൻ ഒരു അധ്യായം തന്നെ ഇറക്കി. ഖുൽ അഊദു ബിറബ്ബിന്നാസ് 114 അധ്യായം. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. പിശാച് വല്ലാത്ത ചതിയാണ് ചതിക്കുക. നമ്മുടെ ഏറ്റവും വലിയ രക്ഷകന്റെ റോളിൽ, ഗുണകാംക്ഷിയുടെ റോളിൽ ഒക്കെയാണ് അവൻ വരിക. അപ്പം അതുകൊണ്ട് അവനാണ് അവർക്കിതൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ നേർമാർഗത്തിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുകയാണ്. ഒരു സന്മാർഗത്തിൽ എത്തിയിട്ടില്ല. സുജൂദ് ചെയ്യേണ്ടത് ഈ അള്ളാഹ്ക്ക് മാത്രമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അവരെ അത് മനസ്സിലാക്കുന്നതിൽ നിന്ന് ശൈത്താൻ തടഞ്ഞിരിക്കുകയാണ്. ഇത്ര ഗുരുതരമായ ചില കാര്യങ്ങളുടെ വാർത്ത അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവിടുത്തെ രാജ്ഞിയുണ്ട് അറിയില്ല. അവരുടെ വിശ്വാസങ്ങൾക്ക് അറിയില്ല. അവരുടെ സംസ്കാരങ്ങൾക്ക് അറിയില്ല. അതൊക്കെ അറിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതറിഞ്ഞാൻ അവിടുന്നാ വരുന്നത്. അതെന്നെ വൈകിയത്. അത് തന്നെയാണ് സമയത്ത് ദർബാറിലെത്താൻ വൈകിയത്.